ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NAS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 9ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആൻഡ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ളത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം ax² + bx + c = 0 എന്നുള്ളതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അത് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സാധാരണഗതിയിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അതായത് ഇതിനെ രണ്ട് ഫാക്ടറുകളാക്കി മാറ്റി അതിൽ നിന്ന് സോൾവ് ചെയ്യുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ അതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല, ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റൂട്ട്സ് കാണാവുന്ന മെത്തേഡാണ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഒരു ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ജനറൽ ഫോം ax² + bx + c = 0 എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 6x² + 5x - 6 = 0 എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ax² + bx + c = 0 എന്നുള്ള ഫോം തന്നെയാണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി സിംപ്ലിഫൈ ചെയ്യണം. അത് നോക്കുമ്പോൾ 6x² + ഈ 5x എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 9x - 4x എന്ന് എഴുതുന്നു. അതായത് 9x - 4x എന്ന് പറഞ്ഞാൽ 5x തന്നെയാണ്. -6 = 0 എന്നുള്ളതായി. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇനി നോക്കൂ, ഇതിനെ ഒന്നുകൂടി നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. എങ്ങനെ സോൾവ് ചെയ്യാം? 3x × 2x + 3 - 2 × 2x + 3 = 0 എന്നുള്ള ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? ഈ പറയുന്ന ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, അതുപോലെ രണ്ട് ഫാക്ടറുകളാക്കി മാറ്റിയാണ്. അപ്പോൾ 3x × 2x എന്ന് പറയുമ്പോൾ 6x² ആയി. അതുപോലെ പിന്നെയുള്ളത് 3x × 3, അപ്പോൾ 9x ആണ്. -2 × 2x എന്ന് പറയുമ്പോൾ -4x ആണ്. അതുപോലെ തന്നെ -2 × 3 എന്ന് പറയുമ്പോൾ -6 വരുന്നു, =0. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ആക്കി. ഇനി ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം? അതുപോലെ ഇത് രണ്ടിനെയും നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. അതായത് 2x + 3 × 3x - 2 = 0. നോക്കൂ, 2x × 3x എന്ന് പറയുമ്പോൾ നമുക്ക് 6x² ആണ് വരുന്നത്. അതുപോലെ 2x - 2 എന്ന് പറയുമ്പോൾ -4x വരുന്നു. അതുപോലെ 3 × 3x എന്ന് പറയുമ്പോൾ 9x വരുന്നു. 3 × -2 എന്ന് പറയുമ്പോൾ -6 വരുന്നു. അപ്പോൾ ഇതിനെ ഈ പറയുന്ന ഇക്വേഷനെ നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതി, രണ്ട് ഫാക്ടറുകളാക്കി മാറ്റി. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് =0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെ വാല്യൂ 0 ആണ്. അതായത് രണ്ട് ഗുണനഫലങ്ങൾ 0 ആണ്. ഈ ഒരു 2x + 3യും അതുപോലെ 3x - 2യും ഇത് രണ്ടും പരസ്പരം ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. അപ്പോൾ രണ്ട് സംഖ്യകൾ പരസ്പരം ഗുണിച്ച് 0 ആകണമെങ്കിൽ അതിലേതെങ്കിലും ഒരു സംഖ്യ 0 ആയിരിക്കണം. ഒന്നുകിൽ 2x + 3 0 ആയിരിക്കാം, അല്ലെങ്കിൽ 3x - 2 0 ആയിരിക്കാം. ഇത് തന്നെയാണല്ലോ നമ്മൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഈ പറയുന്ന എക്സിന്റെ വാല്യൂ എന്നാണ് നോക്കുന്നത്. നമുക്ക് രണ്ട് വാല്യൂസ് വരും. ഒന്നാമത് 2x + 3 എന്നുള്ളത് 0 ആകണം. അതായത് 2x + 3 = 0 ആകണമെങ്കിൽ 2x = -3.
അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു -3/2. ഒന്നുകിൽ ഈ രൂപത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കണം നോക്കൂ, 3x - 2 = 0. 3x - 2 = 0 എന്ന് പറയുമ്പോൾ 3x - 2 = 0, 3x +2 ആണ്. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ വരുമ്പോൾ 2/3 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് കിട്ടിയത് രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് -3/2 ഉണ്ട്, അതുപോലെ തന്നെ 2/3 ഉണ്ട്. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ അതിൻ്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു പറയുന്ന സൊല്യൂഷൻ കിട്ടിയത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുകയാണ്. ഏതാണ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത്? നോക്കൂ, ax² + bx + c = 0 എന്ന് പറയുന്ന ഫോമിനെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. നോക്കൂ, x = -b ± √b² - 4ac / 2a എന്നുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന -b എന്ന് പറയുന്നത് ഇവിടെ b ആണ്, അതിന് മൈനസ് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ b² 4 × a × c എന്നാണ്. അപ്പോൾ a എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ തന്നെ c എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ 2 × a. ഇത്തരത്തിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല തന്നാൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ അതിൽ നിന്നും ഈ ഫോർമുലയിലേക്ക് നമ്മൾ നൽകിയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.